ഇത് സംബന്ധിച്ച് ചില ആശങ്കപ്പെടുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്. ഇന്നലെ പിണറായി വിജയൻ, സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഉന്നയിച്ച ചില ആക്ഷേപങ്ങളാണ്. ഇന്ന് 11 മണിയാകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് കൂടുതൽ നിലപാടുകൾ അദ്ദേഹം പറയുമെന്ന് കരുതാം. ചോദ്യം ഇതാണ്: ഒരു കമ്പനി തന്നെ ഇങ്ങനെ വമ്പൻ നിക്ഷേപം നടത്തുന്നതിൽ നമ്മൾ ആശങ്കപ്പെടണോ? പ്രതിപക്ഷം ഉന്നയിച്ച ഈ ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്താണ് ഈ വെല്ലുവിളി? അതായത് ഒരു കമ്പനി തന്നെ വരുന്നത് കൊണ്ടൊരു മൊണോപ്പൊളി, ഒരു കുത്തകവൽക്കരണം അവിടെ സംഭവിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വാക്കുകൾ, ഈ ആശങ്കകൾ പങ്കുവച്ചത്. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം, മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. ഡാൻ, മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി വിഴിഞ്ഞം പദ്ധതിയെ അടുത്ത് കണ്ട വ്യക്തിയാണ്, ഇടപെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് രീതിയിൽ പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് ആ രീതിയിലുള്ള പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. കാരണം വെറുമൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം ഇതിൻ്റെ സാങ്കേതികതയും അല്ലാത്ത കാര്യങ്ങളും കൃത്യമായി ബോധ്യപ്പെട്ട ആളാണ്. യഥാർത്ഥത്തിൽ കുത്തകവൽക്കരണം ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുമോ, അതിന് അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു തുറമുഖം നടത്തി പരിചയമൊന്നും നമുക്കില്ല, കേരളത്തിലില്ല. ഇത് സംബന്ധിച്ചൊരു പുതിയ കപ്പൽ കമ്പനി കടന്നു വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കുത്തകവൽക്കരണത്തെ ഇടവെക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ മുന്നിലുണ്ടോ? പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഇതൊരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്ന തുറമുഖ പദ്ധതിയാണ്. അവിടെ നമുക്കും അവകാശമുണ്ട്, അദാനി ഗ്രൂപ്പിനും അവകാശമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കരാറിലേക്ക് ആ PPP പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്ന കരാറിലെ ചില വ്യവസ്ഥകളുണ്ട്. അതിൽ 40 വർഷത്തേക്കാണ് ഈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം നമ്മൾ നൽകിയിരിക്കുന്നത്. ആ 40 വർഷത്തിൽ നിർമ്മാണത്തിൻ്റെ ഘട്ടം മുതൽ തുടങ്ങി 15 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വരുമാനത്തിൻ്റെ വിഹിതം സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങും എന്നതാണ് നിലവിലെ വ്യവസ്ഥ. അങ്ങനെയാണെങ്കിൽ 2034 മുതൽ സംസ്ഥാനത്തിന് അതിൻ്റെ വരുമാനം ലഭിച്ചു തുടങ്ങണം. ആ വരുമാനം ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. നിലവിൽ ഈ MSC കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ പേരിൽ വരുമാനം 2034 മുതൽ ലഭിച്ചു തുടങ്ങണമെന്ന കരാറിലെ വ്യവസ്ഥകളിൽ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആശങ്ക, അതായത് ഇതൊരു കുത്തകവൽക്കരണത്തിന് വഴിവെക്കുമോ, മറ്റ് കമ്പനികൾക്ക് വിഴിഞ്ഞത്തേക്ക് വരുന്നതിന് ഇതൊരു തടസ്സമാകുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വിഴിഞ്ഞത്തേക്കുള്ള കടന്നുവരവ് യഥാർത്ഥത്തിൽ വലിയൊരു സാധ്യതയ്ക്കാണ് വഴി തുറക്കാൻ പോകുന്നത്. അതായത് അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി മാറുന്ന പശ്ചാത്തലം വരുമ്പോൾ ഈ അത്തരം വലിയ കണ്ടെയ്നർ വെസലുകളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖങ്ങൾക്കുള്ള ചില പ്രത്യേകതകളുണ്ട്. ആ നിലയിലേക്ക് വിഴിഞ്ഞം ഉയർത്തപ്പെടുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി നമ്മുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശിലേക്ക് ഉൾപ്പെടെയുള്ള നമുക്ക് ഏറ്റവും അടുത്ത ചരക്ക് നീക്കത്തിന് സഹായകമാകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വാഭാവികമായി വിഴിഞ്ഞത്തെ ആശ്രയിക്കേണ്ടി വരും. അല്ല ഡാൻ, അത് സമ്മതിക്കുന്നു. ആ നേട്ടം MSC വരട്ടെ, വലിയ നിക്ഷേപം ഉണ്ടാവട്ടെ. പക്ഷേ നമ്മളും ഈ ആശങ്കകൾ മുന്നിൽ കണ്ടു പോകണമല്ലോ. കാരണം വിഴിഞ്ഞം എന്നത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് എല്ലാ അർത്ഥത്തിലും. അവിടെ ഉണ്ടാകുന്ന ആശങ്കകൾ, ഒന്ന് കുത്തകവൽക്കരണം എന്ന് പറയുന്നത് MSC എന്നൊരു കമ്പനിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് കപ്പൽ കമ്പനികൾ കടന്നു വരുമ്പോൾ വൈവിധ്യവൽക്കരണം എന്ന സാധ്യത ഇല്ലാതാകുമോ? കാരണം കൂടുതൽ കമ്പനികൾ കടന്നു വരുമ്പോൾ വിഴിഞ്ഞവും നമ്മുടെ കേരളവുമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാനുള്ള അവസരം. അത് നഷ്ടപ്പെടുമോ എന്ന ചോദ്യം ഒന്നുണ്ടാവുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു കമ്പനി തന്നെ വരുമ്പോൾ ആ കമ്പനിയുടെ ഭാവിയിൽ ഉണ്ടാവാവുന്ന അവരുടെ ഇപ്പോഴത്തെ വ്യവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മാറ്റം, ആ കമ്പനിയുടെ പോളിസി ചേഞ്ചസ്, അതൊരു പക്ഷേ മുന്നോട്ട് ആശങ്ക ഉണ്ടാകുമോ എന്ന കാര്യം ഒരു പക്ഷേ അതിൽ വ്യക്തത ഉണ്ടാവേണ്ടത് അദാനിയും ഈ കമ്പനിയും MSCയുമായുള്ള ധാരണ എന്താ എന്ന് പറയുമ്പോഴാണ്. പക്ഷേ അത്തരമൊരു ആശങ്കകൾ സ്വാഭാവികമായും ഉയരുന്നതല്ലേ? അതിൽ ചെറിയ അടിസ്ഥാനം മുന്നിൽ കാണേണ്ടതില്ലേ? അതായത് ഈ പ്രധാനപ്പെട്ട ആശങ്ക നമുക്ക് രണ്ടായി ചുരുക്കിയാൽ ക്ഷമതയെയും കാര്യക്ഷമതയെയും ഈ ഒരു ഒറ്റ കമ്പനിയിലേക്ക് ഇതിൻ്റെ ഒരു സിംഹഭാഗം ഓഹരികളും കൈമാറുന്നത് ഈ കാര്യക്ഷമതയെയും മത്സരക്ഷമതയെയും പ്രധാനമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് രാഷ്ട്രീയമായി. അങ്ങനെ ഒരു ആശങ്ക ഉയർന്നത് കൊണ്ട് തന്നെയാണ്
അങ്ങനെ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനത്തിന് അനുമതി നൽകില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇനി പോട്ടെ, സംസ്ഥാന സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഈ നീക്കവുമായി മുമ്പോട്ട് പോയെന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ കേന്ദ്രത്തിന്റെ മുമ്പിൽ വരുമ്പോഴും, അതായത് നമ്മുടെ രാജ്യസുരക്ഷയെയും രാജ്യത്തിന്റെ വാണിജ്യ താല്പര്യങ്ങളെ അതുകൂടി ഉണ്ടല്ലോ, സെൻട്രൽ GST യും സ്റ്റേറ്റ് GST യും ഉണ്ട്. അപ്പോൾ രാജ്യത്തിന്റെ വാണിജ്യ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കരാറിന് അംഗീകാരം നൽകാൻ ഒരിക്കലും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം 13,000 കോടി രൂപയുടെ നിക്ഷേപം MSC വിഴിഞ്ഞത്ത് നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അത് സംസ്ഥാനത്തിനും രാജ്യത്തിനും വാണിജ്യമായി ഏത് തരത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പരിശോധിക്കാതെ ആ അനുമതി പത്രത്തിൽ ഒരിക്കലും ഒപ്പിടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. യെസ്, അത് കമ്പനിയുടെ വാദമാണ്. എന്തായാലും നമുക്ക് ഈ കുത്തകവൽക്കരണം അടക്കം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ഒരു കമ്പനിയിൽ തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. ഒന്ന്, ഈ കമ്പനിയുടെ പോളിസി ചേഞ്ചസ് ഉണ്ടായാൽ അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ. മറ്റൊന്ന്, അദാനിയും കമ്പനിയും തമ്മിലുള്ള ധാരണ എന്തായിരിക്കുമെന്നതാണ്. അതായത് MSC കമ്പനിയുടെ വ്യാപാര നയത്തിലുണ്ടായ മാറ്റമുണ്ടായാൽ ഉണ്ടാക്കുന്ന പ്രശ്നം, ഒരു കമ്പനിക്ക് പ്രത്യേക ആധിപത്യം ലഭിക്കുന്നു എന്ന തോന്നൽ മറ്റ് കമ്പനികളെ അകറ്റാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒരൊറ്റ കമ്പനികളെ മാത്രം ആശ്രയിക്കുന്ന ഭാവിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത. നമുക്ക് ഈ സാധ്യതകളും പരിഗണിക്കാം. ഒരു കമ്പനിയെ മാത്രം വിശ്വാസികളുടെ ഈ ഒരു ചർച്ച നടക്കുമ്പോൾ ഇത്തരം വെല്ലുവിളികളും സ്വാഭാവികമായും നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.